വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്, ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെ നട്ട് വളർത്തിയിട്ടുള്ള ബോഗൺവില്ലാസ് റോസ് ആണ്. ഇത് പൂട്ട് തുടങ്ങിയിട്ടില്ല, അതിൽ പൂവിട്ടിട്ടുണ്ട്. അത് കറക്റ്റ് ഷെയ്ഡ് ഇവിടെ ഉണ്ട്, ഇത് പൂവിട്ടിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു ലൈറ്റ് പിങ്ക് ഉണ്ട്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് കണ്ടോ, കുഞ്ഞി, ഇതിപ്പോ വലുതായി വരുന്നേ ഉള്ളൂ. നമുക്ക് ഗാർഡനിലെ ചെടികളും ഒക്കെ കാണിച്ചു തരാം കേട്ടോ ഞാൻ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഡ്രീംസ് ഫോർ ലൈഫ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിളവെടുപ്പാണ് ഇന്ന്. പിന്നെ കുറച്ച് ഗാർഡനിങ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഗാർഡനിലെ എല്ലാ ചെടികളും പൂക്കളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം എന്നാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഗൈസ്, നമുക്ക് ഇഞ്ചി വിളവെടുക്കാം. ആദ്യം നമുക്ക് ഈ ഗ്രോ ബാഗ് ഒക്കെ ഒരു ചാക്കിൻ്റെ ഇതെടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് മാറ്റാം. ഇനി മണ്ണ് ഇതിലേക്ക് ഇട്ടാം. ഇവിടെ ഇഞ്ചി വന്നിട്ടുണ്ട്, കുറച്ചും കൂടി മണ്ണ് മുട്ട കേട്ടോ. അത് വിളവെടുക്കേണ്ടത് നമ്മളെ ഇഞ്ചിന്റെ ഇലയൊക്കെ ഇങ്ങനെ വാടി ഒന്ന് കരിഞ്ഞു വരുമ്പോഴത്തേക്കാണ് നമ്മൾ വിളവെടുക്കേണ്ടത്. അതെ, ഇഞ്ചീനെ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ, ഇഞ്ചിയാണ്. പിന്നെ ആഴത്തിലേക്കാണുള്ളത്, നമുക്ക് കുറച്ച് മണ്ണ് കുറെ പോക്കണം. ഗൈസ്, അപ്പൊ നമുക്കിനി മറിച്ചിട്ട് വെക്കാം, ഇഞ്ചി വരെ ഉണ്ടാവും. ഇഞ്ചി ഇതാണ്. പിന്നെ വേറെ ഉണ്ട്, ഒന്നിൽ തന്നെ നമുക്ക് ഒരുപാട് ഇഞ്ചി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മണ്ണൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ഇനി അടുത്തത് നമുക്ക് എടുക്കാട്ടോ. ഗൈസ്, നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി മാത്രം മതി. ഇപ്പൊ ഞാൻ ഒരു ഗ്രോ ബാഗ് മുട്ടിയപ്പോൾ തന്നെ ഇത്രയും കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ഗ്രോ ബാഗും കൂടി മുട്ടാം, എന്നിട്ട് നമുക്ക് അതിലെ ഇഞ്ചി കൂടി എടുക്കാം. ഞങ്ങൾ വീട്ടിലേക്കുള്ള ഇഞ്ചിയൊക്കെ എടുക്കുന്നത് ഇതിൽ നിന്നാണ്. ഇനി ഒരുപാടുണ്ട് ഗ്രോ ബാഗ്സ്. അപ്പോൾ ഇഞ്ചി നല്ല ഇഞ്ചിയാണ്, കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടും എത്രയും നല്ല ഇഞ്ചി ആട്ടോ. നമുക്ക് ഒരു ഗ്രോ ബാഗ് കൂടി എടുക്കാം, ഇതുകൂടി എടുക്കാം കേട്ടോ. അപ്പോൾ അതെ, ആവശ്യത്തിനുള്ള ഇഞ്ചി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് മിക്കിനെ ഒടിച്ച് കളയാം. നമുക്ക് ഇത്രയോ ഇഞ്ചി 2 ഗ്രോ ബാഗിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇത് കഴുകി വൃത്തിയാക്കാം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഗാർഡനിലെ ചെടികളും ഒക്കെ കാണിച്ചു തരാം കേട്ടോ ഞാൻ. ഇതാണ് നമ്മുടെ ഗാർഡനിലെ പപ്പായ. ഇവിടെ 1-2 ഉണ്ട്, അതിൻ്റെ പപ്പായ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലൊരു പേരക്ക ഉണ്ട്. ഇത് സാധാ പേരക്ക അല്ലാന്ന് തോന്നുന്നു. ഇത് ഉണ്ടായിട്ടില്ല ഇതുവരെ, ഉണ്ടാവുമ്പോൾ നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. പിന്നെ മുന്നിലേക്ക് പോകാം. നമുക്ക് ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇത് ബസി ചെടിയും പിന്നെ വേറൊരു ചെടിയുണ്ട്, പൂവുണ്ടാവുന്നതാണ് കേട്ടോ ഇവിടെ ചിലതൊക്കെ. പിന്നെ അത് അവിടെ കടലാസ് ചെടി ഉണ്ട്, റോസാപ്പൂ ഉണ്ട്. പിന്നെ ഇതാണ് കോവക്ക കേട്ടോ. ഇത് കണ്ടോ, കോവയ്ക്കാണിത്. നമുക്ക് മാറ്റി നടണം ഇത്. പിന്നെ നമുക്കിനി മുന്നിലേക്കാണ് ഫുൾ പൂച്ചെടികളൊക്കെ ഉള്ളത്, അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ 10 മണിയുണ്ട്. പിന്നെ ഒരു റോസ് കളറ് മല്ലികയുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇഞ്ചി നട്ടത്. ഇതിൽ നിന്ന് 2 ഗ്രോ ബാഗേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് മുന്നിലേക്ക് പോവാം. ഇവിടെ വേറൊരു 10 മണിയോ 4 മണിയോ അങ്ങനെ ഏതോ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പന പോലെയുള്ളൊരു ചെടിയുണ്ട്. ഇത് നമ്മൾ ഒന്നുകൂടി വാങ്ങിയിട്ടുണ്ട് വലുത്. ഇത് അപ്പുറത്താണുള്ളത്, നമുക്ക് അങ്ങോട്ട് പോട്ടോ. ഇവിടെ മാവില് മാങ്ങ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കൂടുതലായിട്ടുള്ളത് ബോഗൺവില്ലാസ് ആണ് കേട്ടോ. ഇതിവിടെ നിറയെ ബോഗൺവില്ലയാണ്. അതിന് മുമ്പ് ഞാൻ വലിയൊരു പന പോലത്തേത് വാങ്ങിയിട്ടുണ്ടെന്നാണ്, അതിവിടെയാണ് അയച്ചിരിക്കുന്നത്. പിന്നെ അതിന്റെ തൊട്ട് താഴെയായിട്ട്
10 മണി അപ്പുറത്ത് നിന്ന് എടുത്തുകൊണ്ടുവന്ന് ഇവിടെ കുഴിച്ചിട്ടാണ്. പിന്നെ ഈ ഒരു ചെടിയുണ്ട്. പിന്നെ ഇതൊക്കെ ഇനിയിപ്പം നിങ്ങൾ കാണാൻ പോകുന്ന നേരത്തെ കാണാൻ പോകുന്നൊക്കെ ബോഗൺവില്ലയാണ്. ഇതിപ്പം പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പൂക്കളൊക്കെ കഴിഞ്ഞിട്ട് നല്ല രസാട്ടോ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പൂന വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്, ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെ നമ്മൾ നട്ടു വളർത്തിയിട്ടുള്ള ബോഗൺവില്ലാസ് ആണ്. അത് കഴിഞ്ഞ് വരുന്നത് റോസ് ആണ്. ഇത് റെഡ് റോസ് ആണ്, അതുപോലെ വൈറ്റ് റോസ് ഉണ്ട് ഇവിടെ. ഇത് 2 രീതിക്ക് ഒരു ഇതിൽ തന്നെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഇവിടെ വീണ്ടും ഇതുണ്ട്. പിന്നെ നമുക്ക് വന്നിട്ട് ഇവിടെ മുഴുവൻ കടലാസ് ചെടി ബോഗൺവില്ല തന്നെയാണ്. ഇതിൽ പൂവിട്ട് തുടങ്ങിയിട്ടില്ല, ഇപ്പൊ അടുത്ത് കുഴിച്ചിട്ടാണ്. ഇതൊക്കെ പടുത്ത് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പൊ ഇതിലിതേ ഇത് പടുത്ത് ചെയ്ത് വെച്ചാൽ പൂ വന്നത് കണ്ടോ. അതേപോലെ ഇതും പടുത്ത് ചെയ്ത് വെച്ചതാണ്. ഇതിലൊന്നും പൂവിട്ടിട്ടില്ല. അപ്പൊ ദേ ഇതിൽ പൂവിട്ടിട്ടില്ല, പൂവിടുന്നുണ്ട് കണ്ടോ. ഇതിൽ പൂവിട്ട് തുടങ്ങുന്നുണ്ട്. ആണ് വൈറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതില് പൂവിട്ട് തുടങ്ങിയിട്ടില്ല, ഇതിലും അങ്ങനെ തുടങ്ങിയിട്ടില്ല. പിന്നെ വരുന്നത് ഒരു യെല്ലോ ഷെയ്ഡാണ്, അതിൽ പൂവിട്ടിട്ടുണ്ട്. ആൻഡ് ബാക്കിയുള്ളതിലൊന്നും പൂവിട്ടിട്ടില്ല കേട്ടോ. ഇതിൽ റോസും ഉണ്ട്. ഇതിൽ കണ്ടാൽ അറിയാം, ഒരു റോസിന്റെ ചെടി ഇതേ വെച്ചതാണ്ടോ, റോസ് ഉണ്ട്. അപ്പൊ ഗൈസ് ഇതിൽ ഒരുപാട് മല്ലിക ഉണ്ട്. ഒരുപാട് ഉണ്ടായിരുന്നതാണ്, അപ്പൊ അത് മറഞ്ഞു പോയി. അന്നേരം ഇവിടെ എല്ലാം അതിന്റെ വിത്ത് വന്ന് വീണതൊക്കെ, ഈ കാണുന്നതൊക്കെ മല്ലികയാണ്. കുഞ്ഞു കുഞ്ഞു വീണതാണ് അതിന്റെ വിത്ത് ഇങ്ങോട്ടേക്ക്. പിന്നെ പുറത്തോട്ടേക്കുള്ളതാണ്. പുറത്ത് നമ്മളൊരു പടുത്ത് ഇട്ട പൂവാണിത്. ഓറഞ്ച് ആദ്യമായിട്ട് ഇട്ടതാട്ടോ. ഓറഞ്ച് കളറാണ് വരുന്നത്. കറക്റ്റ് ഷെയ്ഡ് ഇവിടെ ഉണ്ട്. പിന്നെ അടുത്ത് വരുന്നത് അതും ഇത് തന്നെയാണ്, പക്ഷെ അത് പൂവിട്ടിട്ടില്ല. ആൻഡ് ഇത് കണ്ടോ, ഇത് നല്ല ബൊക്ക പോലെയുള്ള റോസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ ഇതും പൂവിട്ടില്ല, ഇത് പൂവിട്ടിട്ടുണ്ട്. നല്ല അടിപൊളി ഡാർക്ക് പിങ്ക് ആണ്. അതുപോലെ നമുക്കൊരു ലൈറ്റ് പിങ്ക് ഉണ്ട്, അതാണിത് ഈ കാണുന്നത്. നല്ല ബൊക്ക പോലെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് ഇടക്കിടക്കായിട്ട് ബൊക്ക പോലെ ആയിട്ട്. പിന്നെ ഇത് അതേപോലെ പറഞ്ഞ പോലെ ബൊക്കയായിട്ടുള്ള തന്നെയാണ്. പിന്നെ വരുന്നത് കുറച്ച് മുന്നിൽ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്, മുളകും. പിന്നെ ഇത് വേറൊരു സംഭവമാണ്, നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇത് കണ്ടോ, കുഞ്ഞി, ഇതിപ്പോ വലുതായി വരുന്നേ ഉള്ളൂ. ഇതൊക്കെ ഇതിന്റെയൊക്കെ വിത്തെടുത്ത് പാകിയാൽ കൂടുതലും ഉണ്ടാവും. മുല്ലയാണ് കണ്ടോ, നല്ല മൊട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. ഇതുവരെ ആദ്യമായിട്ട് മുട്ടിട്ടതാണ്. പിന്നെ ഇത് വഴുതനങ്ങയാണ്, ഇതും വഴുതനങ്ങയാണ്. പിന്നെ ഇത് മുളകാണ്, കണ്ടില്ലേ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു റോസാപ്പൂ, ഞാൻ ആദ്യമായിട്ട് കുഴിച്ചിട്ട റോസാപ്പൂവാണിത്. ഇത് ചെറുതായിരുന്നു, ഇത് ഇത്രയും വലുതായിട്ട് വന്നതാണ്. പിന്നെ ദേ ഇവിടെ വീണ്ടും ഒരു കടലാസ് ചെടിയും കൂടി ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ഗാർഡനുള്ള സംഭവങ്ങള്. ഇത്രയൊക്കെയാണ് നമ്മുടെ ഗാർഡന് ഉള്ള ബോഗൺവില്ലാസും പിന്നെ ചെടികളും പച്ചക്കറികളും ഒക്കെ ഉള്ളത്. അപ്പൊ പിന്നെ ഇവിടെ നിറയെ പുല്ല്, അത് ഞങ്ങൾ വെട്ടിയിട്ടുണ്ടായിരുന്നു, അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടെന്ന് വിചാരിക്കുന്നു. ഗായ്സ് ഇവിടെ കുറച്ച് ചേമ്പും മധുരക്കിഴങ്ങുള്ള കവർ വെച്ചിട്ടുണ്ട്. ഉണ്ടോന്ന് അറിയില്ല, നമുക്ക് നോക്കാം കേട്ടോ. സ്റ്റീൽ നോക്കാം, ഫുൾ മണ്ണ് നോക്കൊന്ന് മാറ്റി നോക്കാം. ഉണ്ടാകും, ചിലപ്പോ ഉണ്ടാവും, മാറ്റി നോക്കാം. ഒന്നുമില്ല ഗൈസ്, നമ്മളെ ചതിച്ചു. പിന്നെ ഇതിലെന്തോ, ഈ ഒരു കവറിലെന്തോ ഒരു ഇതുണ്ട്. ഇതാണ് മധുരക്കിഴങ്ങ്, വലുതായിട്ടില്ല കണ്ടോ. ഇതാണ് മധുരക്കിഴങ്ങ്, ഇതിൽ നിന്ന് കിട്ടിയതാട്ടോ ഇത്. ഇനി നോക്കാം. ഇല്ല ഗൈസ്, ഇനിയില്ല. ഇതാണ് കേട്ടോ മധുരക്കിഴങ്ങ്.
കണ്ടോ, കാണുന്നില്ലേ? ആണ് ചേമ്പ് ഉണ്ട് കേട്ടോ, ഇതിലുണ്ട്. ചേമ്പ് നമുക്ക് കറി വെക്കാം. 1 2 ഉണ്ട്, 3 ഇനി ഉണ്ടോ നോക്കാം, ചോക്കട്ടോ. പിന്നെ 3 ചേമ്പൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി ചേമ്പ് ഉണ്ടോ നോക്കാം. കട്ട മണ്ണായി പോയിട്ടുണ്ട് കേട്ടോ. ഇതിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല ഗൈസ്, ചേമ്പില്ല. ഗൈസ്, നമുക്ക് കിട്ടിയ വളവാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതാണ് ഏറ്റവും വലിയ വളവ്. അതുകൊണ്ട് പിന്നെ നല്ല രസമുണ്ട് കാണാൻ. വേറെ ഇതും വലുതാണ്. ആരണ്ടെണ്ണമാണ് ഏറ്റവും വലുത്. കിട്ടിയാൽ വെച്ച ഏറ്റവും വലുതാ ഗൈസ്, ഈ 2 ഗൈസ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ വിളവ്. ഇതും പിന്നെ ഇഞ്ചിയും പിന്നെ കുറച്ച് ചേമ്പും കിട്ടിയിട്ടുണ്ട്, 3 ഇതൊക്കെ നമ്മൾ കറി വെച്ചിട്ട് കൂട്ടുന്നതായിരിക്കും. ഇതും ഇതും നമ്മൾ കറി. നമുക്ക് ബാക്കി നോക്കാട്ടോ ഗൈസ്. അപ്പൊ 2 ഗ്രോ ബാഗും കൂടി ഉണ്ട്. ഇതിലെന്തെങ്കിലും ഉണ്ടോ നോക്കാം. എന്തെങ്കിലും ഉണ്ടോ ഒന്നും കാണുന്നില്ല. ഇതിലൊന്നുമില്ല. നമുക്ക് 2ാമത്തെ ഗ്രോ ബാഗ് കൂടി നോക്കാം. ലാസ്റ്റ് ഗ്രോ ബാഗ് ആട്ടോ ഇത്. ഡൽഹിയിൽ നിന്ന് എന്തോ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇതിലൊന്നുമില്ല. ഇതിൽ ചേമ്പുണ്ട്. കണ്ടോ, ഒരു ചേമ്പ് കിട്ടി. മാറ്റിയേക്കാം. വേറെ ഉണ്ടോ നോക്കാം. ഇത് വേറെ കാണുന്നില്ല. നമ്മൾ ചേമ്പാണെന്ന് വിചാരിച്ച് പൊരിച്ചു കളഞ്ഞ ഇതാണ്, മിഞ്ചാണ് കേട്ടോ ഇത്. അങ്ങനെ വേണണ്ട് നമുക്കിത് മിന്റ് ലൈം അടിക്കാൻ എടുക്കാം. അപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഇതൊക്കെയാണ്. നമുക്കതൊന്ന് കഴിച്ചു നോക്കാം. ഇത് കഴിച്ചു നോക്കാം. മധുരക്കിഴങ്ങ് കഴുകിയിട്ട് കഴിച്ചു നോക്കാം. അപ്പൊ ഗൈസ്, നമ്മള് മധുരക്കിഴങ്ങ് കഴുകിയിട്ടുണ്ട്, മണ്ണൊക്കെ പൊക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് കഴിച്ചു നോക്കാം. ഇത് കണ്ടോ, വെള്ള കളറുണ്ട്. ഇതൊന്ന് ഇതിന്റെ തോലൊക്കെ ഒന്ന് പൊക്കിയെടുക്കാം. കഴിക്കണേ. പച്ചക്കപ്പ കഴിക്കുന്ന പോലെ ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മളിതേ ഇഞ്ചിയും ചേമ്പും ഒക്കെ കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ പുതിനില അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് പുതിനില. ഇപ്പൊ നമുക്ക് കിട്ടിയതാണ് ഇന്നത്തെ വിളവെടുപ്പില്. പിന്നെ ഈ മണ്ണില് ഞങ്ങൾ ഇനി വളമൊക്കെ ചേർത്ത്, ചകിരിച്ചോറ്, ചാണകം ഒക്കെ ചേർത്ത് നമ്മളിനിയും ഒന്നെങ്കിൽ ഉള്ള ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ പുതിയ ഗ്രോ ബാഗിൽ കുറച്ച് നമ്മൾ വേറെ ഏതെങ്കിലും ചെടിയൊക്കെ ഉണ്ടാക്കും കേട്ടോ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വിളവെടുത്ത ഇതൊക്കെയാണ് കാണുന്നത്. നമ്മളെ കൂടെ പുതിനയെല്ലാം കിട്ടി. അപ്പൊ എന്തായാലും ഒരു മിന്റ് ലൈം ഒക്കെ കുടിച്ച് ഫ്രഷ് ആവട്ടെ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ബൈ.